പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും അല്പസമയം തിരുവചന സന്ദേശം നൽകുവാൻ സ്വർഗത്തിലെ ദൈവയുടെ കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്തൃദാസന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നിത്യേന ഈ ഗ്രൂപ്പിലൂടെ തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇത് അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ അധപ്പതനങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ വരവിനെ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സ്തോത്രം. ആത്മീയ ലോകം വളരെ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല നിലകളിലുള്ളതായ തെറ്റായ ഉപദേശങ്ങൾ സ്തോത്രം സഭാമണ്ഡലങ്ങളിൽ കടന്നുകൂടി ആത്മീയ ലോകത്തെ തന്നെ വല്ലാതെ സ്തോത്രം ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നിലയിലാണ് ഇന്നത്തെ ആത്മീയ മണ്ഡലത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതെല്ലാം നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിശേഷമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ദൈവവചനം കേൾക്കുന്നവരും പഠിക്കുന്നവരും ദൈവരാജ്യത്തിൽ കടന്നു പോകുവാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരും തിരുവചന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാം സേവിക്കുന്നവനായ ദൈവത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നാളുകളിൽ ആയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ രാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയും. ഇല്ല എങ്കിൽ നാം നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകുവാനും കർത്താവിൻ്റെ രാജ്യത്തിൽ കടന്നു ചെല്ലുവാൻ കഴിയാതെ ആവുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ യോഗ്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഈ സന്ദേശം പ്രിയപ്പെട്ടവർക്ക് ശ്രവിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളും സ്തോത്രം കേൾക്കപ്പെടുന്നതായ വചനം അഥവാ സംസാരിക്കപ്പെടുന്നതായ വചനം തിരുവചന യാഥാർത്ഥ്യങ്ങൾ തന്നെയോ എന്ന് വേദപുസ്തകവുമായിട്ട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ മാനുഷികമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ദൈവവചനം സംസാരിക്കുന്നു. അത് എല്ലാവരും വചനവുമായിട്ട് തന്നെ പരിശോധിച്ച് സ്തോത്രമതയെക്കുറിച്ച് വിലയിരുത്തണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയത്തോടനുബന്ധമായിട്ട് ഉള്ള വിഷയം തന്നെയാണ്. ദൈവം ആർ എന്ന വിഷയമാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നത്. അതേ വിഷയം തന്നെ ദൈവം ആർ എന്ന വിഷയം അതിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ളതായ ശരിയായിട്ടുള്ള ഒരു അറിവ്, കാഴ്ചപ്പാട് നമുക്കേവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഇന്നത്തെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരു
ആ വചനഭാഗം തിരുവചനത്തിൽ നിന്നും വായിച്ച് അതിനോടനുബന്ധമായിട്ട് ചില വചനഭാഗങ്ങളും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവം ആത്മാവാകുന്നു എന്ന വിഷയമാണ് ഞാൻ ദൈവമാർ എന്ന ആ ചോദ്യത്തിന് ദൈവം ആത്മാവാകുന്നു എന്ന ആ ഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഞാനിവിടെ കുറിവാക്യമായിട്ട് വായിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവം ആത്മാവാകുന്നു എന്ന ആ സത്യത്തെ സ്തോത്രം വിശദീകരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഈ കുറിവാക്യം ധരിക്കുകയാണ്. അതിനോടനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സകല പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കണമെന്നും കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനവുമായിട്ട് വേദപുസ്തകവുമായിട്ട് തന്നെ ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കണമെന്നും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വായിച്ച വചനഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്തോത്രം. ദൈവം വിശുദ്ധ ആത്മാവായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. മറ്റ് ചിലർ പറയുന്നത് പോലെ പദാർത്ഥ തുല്യമായോ സ്തോത്രം വസ്തുമയമായോ വസിക്കുന്നവനല്ല ദൈവം എന്ന് നമുക്ക് പഠിക്കുവാനും കഴിയുന്നു. സ്തോത്രം. ദൈവം ആത്മാവാകുന്നു എന്നാണ് നമുക്ക് വചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ മറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന പലതരത്തിലുള്ളതായ ചിന്താഗതികൾ പലരും പ്രചരിപ്പിക്കാറുണ്ട്. അത് സ്തോത്രം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് സമയോചിതമായി സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 36 മുതൽ 39 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉളവാകുന്നതുമെന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ആത്മാവായ ദൈവത്തെ സംബന്ധിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കുവാൻ സ്തോത്രം ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായ ഒരു സന്ദർഭത്തിൽ സംസാരിക്കപ്പെട്ട വിഷയമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പലരും കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് സംശയത്തോടെ കേൾക്കുവാനിടയായി തീർന്നു. ചിലർ കല്ലറയിൽ ചെന്ന് നോക്കി അവിടെ കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ദൂതന്മാർ അവരോട് സംസാരിച്ചു, അവനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് മറ്റുള്ളവരോട് അവരുടെ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ ചിലരൊക്കെ സംശയിച്ചു, അത് വിശ്വസിക്കാതിരുന്നു. കർത്താവ് പത്രോസിനും പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവിനെ കുറിച്ചുള്ളതായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം കർത്താവ് അവരുടെ നടുവിൽ നിന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ സ്തോത്രം അവർ ഇരുന്ന വീടിൻ്റെ എല്ലാ കതകുകളും ഒക്കെ അടച്ച്
വളരെ ഭദ്രമായിട്ടും രഹസ്യമായിട്ടുമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ സ്തോത്രം അവരിരുന്ന ഭവനത്തിലായിരുന്നത്. എന്നാൽ കർത്താവ് ഇരുന്ന സ്ഥലത്ത്, സ്തോത്രം ജനമിരുന്ന സ്ഥലത്ത് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അടച്ചിട്ടിരുന്ന മുറിവുകളൊന്നും കർത്താവിന് ബാധകമായിരുന്നില്ല. അവൻ അവരുടെ നടുവിൽ നിന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ യഥാർത്ഥത്തിൽ ആത്മാവായ ദൈവമായതുകൊണ്ടാണ് അത്തരത്തിലുള്ളതായ ഒരു അനുഭവത്തിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു ആത്മാവായ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ ചിലരും സംശയിച്ച് ഭയപ്പെട്ടുമൊക്കെ കർത്താവിനെ നോക്കുമ്പോൾ അവൻ അവരോട് സ്തോത്രം പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉളവാകുന്നതുമെന്ത്? ഇത് ഞാൻ തന്നെയാകുന്നു. എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് കർത്താവ് അവരോട് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം, ദൈവം ആരെന്ന് എങ്ങനെയുള്ളവനെന്നും വ്യക്തമായി മനസ്സിലാക്കിയില്ല എങ്കിൽ സ്തോത്രം നാം തെറ്റിപ്പോകുവാനിടയായിത്തീരും. ദൈവമല്ലാത്തതിനെയൊക്കെ ആരാധിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ ദൈവത്തെ അറിയാത്തവൻ ആരായിരുന്നാലും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവനായിത്തീരും. സ്തോത്രം, ബഹുദൈവ വിശ്വാസം ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ മതങ്ങളും വ്യത്യസ്ത ആശയങ്ങളുള്ളവരും വ്യത്യസ്ത ആരാധനാ രീതികളിലൂടെ കടന്നു പോകുന്നവരുമാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസമില്ലാതെ ഓരോ വിഭാഗങ്ങളും ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഹിന്ദുക്കൾ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ മതവിശ്വാസികളും ബഹുദൈവങ്ങളെ ആരാധിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ യഥാർത്ഥമായ ക്രിസ്ത്യാനികൾ ഏകദൈവത്തെ വിശ്വസിക്കുന്നവനും അതിനെ ആരാധിക്കുന്നവരുമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ സ്തോത്രം, പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി ഏകദൈവത്തെ ആരാധിക്കുന്നവനും ആ ദൈവത്തിൻ്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം, അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഏകദൈവത്തെ ആരാധിക്കുന്നത്, ഏകദൈവത്തെ വിശ്വസിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ മതത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. അവർ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു. സ്തോത്രം, ദൈവമല്ലാത്ത പലതിനെയും സ്തോത്രം തങ്ങളുടെ പള്ളികളിൽ പണിതു വെച്ച് അതിനെയൊക്കെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം, ഇവിടെ ദൈവം ആത്മാവാകിയാൽ അവൻ അദൃശ്യനാകുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. സ്തോത്രം, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ നിത്യ രാജാവാണ് എന്ന് കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്.
നിത്യരാജാവ് എന്ന് പറയുമ്പോൾ അത് എക്കാലവും അവൻ രാജാവ് തന്നെയാകുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ആശയം. നിത്യത മുതൽ സ്തോത്രം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനും സ്തോത്രം സൃഷ്ടികളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലും സ്തോത്രം സർവശക്തനായ ദൈവമായ കർത്താവ് അവൻ രാജാവായിരുന്നു. ഇനി ഈ ലോകത്തിൻ്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റമുണ്ടായി. വീണ്ടും സകലതും നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോഴും കർത്താവ് രാജാവ് തന്നെയാണ്. അവൻ നിത്യരാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് ഒരിക്കലും സ്തോത്രം ഭേദം വരികയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അവൻ അക്ഷയനാണ്, ഒരിക്കലും ക്ഷയം സംഭവിക്കാത്തവനാണ്. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ അദൃശ്യനായിരിക്കുന്നവനാണ്. എങ്കിലും അവൻ ഏക ദൈവമാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. മറ്റു പലരും പല നിലകളിലുള്ളതായ വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പഠനോദ്ദേശം. യഥാർത്ഥ ദൈവം ആരാണ്, ആ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും തെറ്റായ നിലകളിൽ ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തി ജീവിതങ്ങൾ ശിക്ഷാവിധിയിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളതായ വസ്തുതയും അവരറിയേണ്ടതിന് വേണ്ടിയും കൂടിയാണ് നാം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. ദൈവം ആത്മാവാകിയാൽ എല്ലാ മാനുഷിക പരിധികൾക്കും അപ്പുറം അവനാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ആകയാൽ ചില പദാർത്ഥങ്ങളെ വിഭജിക്കുന്നത് പോലെ ദൈവത്തെ വിഭജിക്കുവാൻ സാധ്യമല്ല. ആത്മാവെന്ന് പറഞ്ഞാൽ ലൗകികമല്ലാത്തതും പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായതും സ്തോത്രം ശരീരമില്ലാത്തതും എന്നാൽ ജീവനും വികാരവും ഉള്ളതും ആയ ഒരു സത്തയാകുന്നു ആത്മാവാകുന്ന ദൈവം എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. അദൃശ്യനും ആവശ്യമെങ്കിൽ ദൃശ്യമാകുവാൻ കഴിയുന്നതും എല്ലാ മാനുഷിക പരിധികൾക്കും അപ്പുറമുള്ളതും ജീവനും വിവേക ശക്തിയുമുള്ള ഉണ്മയാകുന്നു ആത്മാവായ ദൈവം എന്ന് പഠിക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവവചനത്തിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. മറ്റേതെങ്കിലും പദാർത്ഥങ്ങളെയോ വസ്തുക്കളെയോ ഒന്നും സ്തോത്രം വച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ സാധ്യമല്ല. അതങ്ങനെ പഠിക്കുന്നതും അബദ്ധമാണ്. ഒരിക്കലും ദൈവം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വസിക്കുന്ന ദൈവമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. സ്തോത്രം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവാത്മാവിൽ ആരാധിക്കണം. ഇന്ന് ധാരാളം ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹങ്ങളൊക്കെ ആരാധിക്കുന്നു, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നുണ്ട്. അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ജനത്തെ ഇളക്കുന്ന തരത്തിലുള്ളതായ പല പ്രവർത്തനങ്ങൾ നടക്കുന്നു എങ്കിലും സ്തോത്രം ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവാൻ ആർക്കും കഴിയുന്നില്ല. എല്ലാവരും ഈ വിധത്തിലുള്ളതായ അവശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്തോത്രം ഇളക്കപ്പെരുക്കമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചു പോകുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് അധികം ആളുകളിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കാണുവാൻ കഴിയുന്നില്ല. എല്ലാം ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് അധികവും നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന വസ്തുത സകല പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവാത്മാവിൻ്റെ സ്വഭാവം ബഹളമുണ്ടാക്കുന്നതും അട്ടഹസിക്കുന്നതും അലറി വിളിക്കുന്നതും
പിടിച്ചു തള്ളുന്നതും മറിച്ചിടുന്നതും ഊതി വീഴ്ത്തുന്നതും അങ്ങനെയുള്ളതായ സമ്പ്രദായങ്ങളൊന്നുമല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. ദൈവാത്മാവ് സ്വബോധമുള്ള ആത്മാവാണ്. സ്തോത്രം. ഈ അബോധാവസ്ഥയിൽ പലതും ചെയ്യുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമല്ല എന്ന് പ്രിയമുള്ള ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ദുരാത്മാവിൻ്റെ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനം, ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ആത്മാവിൻ്റെതായ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ലോകത്തിൽ കാഴ്ചവെക്കുവാൻ കഴിയാതെ പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ ലോകം മുഴുവനും ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ ദുഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത്തരത്തിലുള്ളതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ദൈവാത്മാവാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ദുരാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അനേകരും സ്തോത്രം അന്യഭാഷകളും അതും ഇതുമൊക്കെ സംസാരിച്ച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിമിത്തമായിട്ട് പലരും സ്തോത്രം ദൈവനാമത്തെ ദൂഷിക്കുന്നതായിട്ടും പലരുടെയും പ്രവർത്തനം ദൈവവചനത്തിന് വിരുദ്ധമായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ ദൈവം വെളിച്ചമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ സ്തോത്രം ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുളിൽ നടക്കുകയില്ല, അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വെളിച്ചമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ളതായ ഭാഗം വായിക്കുമ്പോൾ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്നും അവന് യോഹന്നാൻ എന്ന് പേരായിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അത് യോഹന്നാനാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നു. എങ്കിലും സ്തോത്രം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ സത്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് യേശു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് തൻ്റെ സൃഷ്ടികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി അവൻ ഒരു ശരീരം അവന് വേണ്ടി എടുക്കുവാനിടയായി തീർന്നു. ആ ശരീരത്തിൽ അവൻ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ദൈവം അയച്ചിട്ട് കടന്നു വന്നവരാണ് യോഹന്നാൻ എന്ന് ഇവിടെ പറയുകയാണ്. അവൻ വെളിച്ചമായിരുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ നമ്മൾ വായിച്ചത് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ളതായ ചില വേദഭാഗങ്ങളാണ് നമ്മളിവിടെ വായിക്കുവാനിടയായി തീർന്നത്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. വെളിച്ചമായവനെ കുറിച്ചുള്ളതായ സാക്ഷ്യം ലോകത്തിൽ പ്രസ്താവിക്കുവാനും അവൻ്റെ സാക്ഷ്യം മുഖാന്തിരമായിട്ട് ലോകം വെളിച്ചമായവനെ വിശ്വസിക്കുവാനും ഇടയാകേണ്ടതിന് വേണ്ടി സ്തോത്രം ആ സർവശക്തനായ ദൈവം യോഹന്നാനെ ഒരു സാക്ഷ്യത്തിനായിട്ട് ലോകത്തിലേക്ക് അയച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ വെളിച്ചമായിരുന്നില്ല. യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല. വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനത്രേ അവൻ വന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ പിന്നീട് നമ്മളവിടെ വായിക്കുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. സ്തോത്രം. പിന്നീട് നമ്മളവിടെ അതിൻ്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ വായിക്കുന്നത്, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളമായി, ലോകമോ അവനെ അറിഞ്ഞില്ല എന്ന് കാണുവാൻ കഴിയുകയാണ്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നവനാണ്, എന്നാൽ ലോകം അവനെ അറിയാതിരുന്നു.
സ്തോത്രം. ലോകം ഈ കാണുന്നതെല്ലാം തന്നെ അവൻ മുഖാന്തരം ഉടമായി എന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. പിന്നീട് നമ്മൾ അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4:24 വായിക്കുമ്പോൾ അവൻ കേവലം ഒരു പ്രകാശം മാത്രമായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വചനഭാഗത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, തീഷ്ണതയുള്ള ദൈവമാണ്, സകലത്തെയും ആരാഞ്ഞറിയുവാൻ കഴിയുന്നവനാണ്, സകല ഹൃദയങ്ങളെയും അതിൻ്റെ ആഴങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. സ്തോത്രം. അവൻ്റെ അഗ്നിയുടെ പ്രഭാവം ലോകത്തിൽ പ്രത്യക്ഷപ്പെടുവാനുള്ളതായ സമയം നമ്മോട് ഏറ്റവും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എല്ലാം പച്ചയായതും സകലതും വെന്തു പോകുന്നതിന് മുമ്പേ സകല പ്രിയപ്പെട്ടവരും അവനെ അറിയേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവനെ പോലെ അറിയുവാൻ കഴിയാതിരുന്നാൽ തീർച്ചയായിട്ടും ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ സകലത്തെയും ഭസ്മമാക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. സ്തോത്രം. ആരെയും അതിൽ നിന്നും തെറ്റായി ജീവിക്കുന്നത് പാപത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെയും അതിൽ നിന്ന് ഒഴിവാക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, തീക്കിരയാകുന്നതിന് മുമ്പേ പരിശുദ്ധനായ കർത്താവിൽ പൂർണ്ണമായ പ്രത്യാശയും വിശ്വാസവും ഉള്ളവരായി കാണപ്പെടണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പ്രിയ കർത്താവിൻ്റെ ദാസൻ പൗലോസിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സ്തോത്രം. യേശു ക്രിസ്തുവാണ് ദഹിപ്പിക്കുന്ന അഗ്നി. അത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അവൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്നവിടെ കാണുവാൻ കഴിയുന്നു. ധന്യനായ ഏക അധിപതിയാണ്, സകലത്തിൻ്റെയും ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്നാണ് ദൈവവചനത്തിലൂടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അവൻ രാജാതി രാജാവാണ്, രാജാക്കന്മാരുടെ എല്ലാവരുടെയും മേലധികാരമുള്ളവനായ രാജാതി രാജാവാണ്. അവൻ കർത്താതി കർത്താവാണ്. സ്തോത്രം. താൻ മാത്രം അമർത്യതയുള്ളവനും അഥവാ മാനുഷികമായിട്ടുള്ളവൻ അല്ലാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്നവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നമ്മുടെ കർത്താവ് ഏകാധിപതിയാണ്. ഒരു സർവ്വലോകത്തെയും അവൻ അടക്കി ഭരിക്കുന്ന ഒരു കാലസമയം വരുവാൻ പോവുകയാണ്. അതിൻ്റെ കാലം ഏതാണ്ട് നമ്മോട് അടുത്തിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു ഏകലോക രാഷ്ട്രം പടുത്തുയർത്തുവാനായിട്ട് ശത്രുവും അവൻ്റെ അനുയായികളും വളരെ ശക്തമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ രാജ്യത്തെ
മറ്റൊരു നിലയിൽ സ്തോത്രം ആ ഭരണം നടത്തുന്നതിന് വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ ലോകത്തെ മുഴുവനും കീഴടക്കി ഭരിക്കേണ്ടതിന് വേണ്ടി മറ്റൊരു വിഭാഗം രഹസ്യത്തിലും പരസ്യത്തിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവചനം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. അവൻ്റെ ഭരണത്തിൻ്റെ ആയുസ് 7 സംവത്സരമാണെന്നും വേദപുസ്തകം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ലോകരാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ഏകാധിപതിയായി, അവൻ രാജാതി രാജാവായി കർത്താവായി ലോകത്തിൽ ഭരണം നടത്തുവാനുള്ളതായ സമയം അടുത്തു വന്നിരിക്കുന്നു. അതിൻ്റെ കാലഘട്ടം 1000 സംവത്സരമാണ്. എതിർ ക്രിസ്തു ലോകത്തെ അടക്കി ഭരിക്കുന്നത് 7 വർഷമാണെങ്കിൽ കർത്താവും രാജാതി രാജാവും ഏകാധിപതിയുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഭരണകാലയളവ് 1000 സംവത്സരമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഭരണകാലയളവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലയളവും തമ്മിലുള്ള വ്യത്യാസം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം യാതൊരു വിധമാകുന്ന സമാധാനവും ലോകത്തിന് ഇല്ലാത്ത തരത്തിലുള്ളതായ യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും നിത്യേന മരണങ്ങളും ഒക്കെയായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ ചുരുങ്ങിയ കാലയളവിലുള്ളതായ ഭരണ കാലയളവിലുണ്ടാകുന്ന അനുഭവം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ 1000 സംവത്സരത്തെ ഭരണകാലയളവിൽ എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും അസമാധാനം ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ഒരുപോലെ ഭദ്രമായിട്ടും സമാധാനപരമായിട്ടുമുള്ള ഒരു ഭരണ സംവിധാനമാണ് കർത്താവ് അവിടെ ഒരുക്കുവാനിടയായി തീർന്നത്. ആർക്കും യാതൊരു വിധമാകുന്ന അല്ലലുണ്ടാവുകയില്ല, പട്ടിണി ഉണ്ടാവുകയില്ല, രോഗദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല, മരണമുണ്ടാവുകയില്ല. എല്ലാവിധത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭരണ സംവിധാനമാണ് കർത്താവ് ഇവിടെ ഒരുക്കുവാൻ പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഏക അധിപതിയാണ്. അവനാണ് സ്തോത്രം സകലത്തെ അടക്കി ഭരിക്കുവാൻ കഴിയുന്ന ആ ആധിപത്യമുള്ള ഏക രാജാവ്. അവൻ രാജാതി രാജാവാണ്. സ്തോത്രം, അവൻ മാത്രം അമർത്യതയുള്ളവൻ എന്ന് പറയുമ്പോൾ മർത്യനായി ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നത് മർത്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അവൻ മർത്യനായിരുന്നില്ല, അവൻ അമർത്യതയുള്ളവനാണ്, അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സ്തോത്രം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ആർക്കും അവനോട് അടുത്തുകൂടാത്ത വിധത്തിൽ സ്തോത്രം പ്രകാശം ധരിച്ചിരിക്കുന്നവൻ, അഥവാ വെളിച്ചത്തിൽ വസിക്കുന്നവൻ. സ്തോത്രം, 1000 കോടി സൂര്യനേക്കാൾ സ്തോത്രം ശക്തിയേറിയ സ്തോത്രം വെളിച്ചമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏക ദൈവവും സകലത്തിന്മേലും അധികാരമുള്ളവനുമാകുന്നു എന്നാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് തെറ്റുകൂടാതെ പഠിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവാത്മാവിൻ്റെ തന്നെ സ്തോത്രം, ദൈവാത്മാവ് തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തമായി അറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ കാര്യങ്ങൾ ദൈവാത്മാവ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് വെളിപ്പാട് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ആ വെളിപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലെ അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവാത്മാവ് തന്നെ ആ കാര്യം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ അതിന് സാധ്യമാകൂ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ആത്മാവാകയാൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവനെ അടക്കി വയ്ക്കുവാൻ കഴിയുന്നതല്ല. തിരുവചനം പഠിപ്പിക്കുന്നത് 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിയുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ?
സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും മടങ്ങാത്ത ആത്മാവും അദൃശ്യനുമായ ദൈവത്തെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിനുള്ളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിലോ ഒതുക്കി വയ്ക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, സങ്കീർത്തനം 139:7 മുതൽ 10 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്തോത്രം, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കരമെന്നെ നടത്തുന്നു എന്നാണ് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, ദൈവാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇടവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ദൈവത്തെ ഏതെങ്കിലും ഒരിടത്ത് ഒതുക്കിയിരുത്തുവാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുകയാണ്. സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സ്തോത്രം. ദൈവം ആത്മാവാകിയാൽ ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് സ്തോത്രം, ഓരോരുത്തരും തങ്ങൾക്ക് തോന്നിയ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെല്ലാം ദൈവത്തിൻ്റെ പേര് വെച്ച്, ഓരോ ദൈവങ്ങളുടെ പേര് വെച്ച് അതെല്ലാം ദൈവമാണെന്ന് ആരാധിക്കുന്ന ഒരു നിലപാട് ലോകവ്യാപകമായി കൊണ്ടിരിക്കുന്നു. അത് ക്രിസ്തീയ സമൂഹത്തിലും വളരെ വളരെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ആത്മാവും അദൃശ്യനുമായ ദൈവത്തിന് ഒരു സ്തോത്രം രൂപമുണ്ടാക്കുവാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ സ്തോത്രം, ലോകത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സ്തോത്രം വിഗ്രഹങ്ങളും അല്ലെങ്കിൽ രൂപങ്ങളും അത് ദൈവമല്ല എന്ന് വളരെ വ്യക്തമായിട്ടും നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടതും ആവശ്യമാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളതിനെയൊക്കെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തി ആരായിരുന്നാലും ഒടുവിൽ അവൻ്റെ ജീവിതത്തിൽ അവനെ സഹായിക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെ സ്തോത്രം അവൻ നിരാശനായി തീരുവാനിടയായിത്തീരും. അവൻ ആശ്രയിക്കുന്ന ഒരു ദൈവങ്ങളും ഒരു വിഗ്രഹങ്ങളും അവനെ സഹായിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗം വായിക്കുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. യാതൊരു പ്രതിമയും മനുഷ്യനുണ്ടാക്കുവാൻ പാടില്ല എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ദൈവം ആത്മാവാകിയാൽ അവൻ നിത്യനും ആർക്കും ഭേദം വരുത്തുവാൻ കഴിയാത്തവനും സ്ഥലകാല പരിധികൾക്ക് അതീതനും ആർക്കും പരിമിതപ്പെടുത്തുവാൻ കഴിയാത്തവനുമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാൻ കഴിയുകയാണ്. അവൻ ആരംഭമില്ലാത്തവനും അവൻ അവസാനമില്ലാത്തവനുമായി അനാദ്യനായി സ്ഥിതി ചെയ്യുന്നവനാകുന്നു എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ ദാസനായ യെശയ്യാവിലൂടെ യഹോവയായ ദൈവം സംസാരിക്കുന്നത് ഇങ്ങനെ. യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? ആത്മാവും അദൃശ്യനും നിത്യനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ആർക്കും മാറ്റം വരുത്തുവാൻ കഴിയാത്തവനുമായ ദൈവത്തെ മനുഷ്യർക്ക് ഇപ്പോൾ കാണുവാൻ സാധ്യമല്ല, എന്നാൽ ഒരിക്കൽ അവനെ കാണും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ
നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരായി തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മാത്രം അനുഭവിക്കുവാൻ കഴിയുന്ന മഹാഭാഗ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമാണ് ദൈവമക്കൾ എന്ന് അവകാശപ്പെടുവാൻ അധികാരമുള്ളവർ. അവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇപ്പോൾ നാം ആരാണെന്ന് അറിയുന്നില്ല, എന്നാൽ ഇന്നതാകുമെന്ന് നമുക്ക് പ്രത്യക്ഷമായിട്ടുമില്ല. അവൻ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ അവനെ നാം അവനിരിക്കുന്നത് പോലെ തന്നെ കാണുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ആത്മാവ് അദൃശ്യനുമായ ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയുന്നില്ല എങ്കിലും അവനെ അന്ന് കാണുവാൻ കഴിയും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവനോട് സദൃശന്മാരായി തീരുമെന്നും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 23 വാക്യഭാഗത്തിൽ സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ആത്മാവും അദൃശ്യനുമായ ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാൻ കഴിയത്തക്കവണ്ണം അധികാരമുള്ളവനാണ്. അവൻ്റെ വ്യക്തിത്വമാണ് അങ്ങനെ സംസാരിക്കുവാനിടയായി തീർന്നിട്ടുള്ളത് എന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം സംസാരിക്കുന്നു, ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം ദുഃഖിക്കുന്നു, ദൈവം കോപിക്കുന്നു, ദൈവം ദയ കാണിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നു. ഇവയെല്ലാം നാം സേവിക്കുന്നവനായ ആത്മാവും അദൃശ്യനുമായ ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതിന് ദൈവാത്മജ്ഞാനം ആവശ്യമാണ്. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവാത്മജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ മാനസാന്തരമല്ലാതെ മറ്റ് യാതൊരു മാർഗവും നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നില്ല. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിലൂടെ മാത്രമാണ് ദൈവാത്മാവ് സംസാരിക്കുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38 വാക്യഭാഗത്തിൽ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരുവന് പ്രാപിക്കുവാനും ആത്മനിയോഗം പ്രാപിച്ച് ആത്മാവിൻ്റെ ആലോചന അറിയുവാനിടയായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടാകണം. ആ പരിശുദ്ധാത്മാവ് ഒരുവനിൽ കടന്നു വരുവാനിടയായി തീരണമെങ്കിൽ അവന് മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം കൂടാതെ ഒരുവനും ദൈവാത്മാവിനെ പ്രാപിക്കുവാനും ദൈവാത്മാവിൻ്റെ ആ ദിവ്യജ്ഞാനം അനുഭവിക്കുവാനോ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാനസാന്തരം ഒരു സുപ്രധാന ഘടകമാണ്. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ഒരാൾ വേഷത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടോ, ആ ഒരു വ്യക്തി മീശ വടിച്ചത് കൊണ്ടോ, ആ വെള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഒന്നും ആ സ്തോത്രം മാനസാന്തരമാകുകയില്ല. ഇന്ന് പൂർണ്ണമായും വെള്ള മാത്രം ധരിച്ചുകൊണ്ട് സ്തോത്രം ഞങ്ങളാണ് യഥാർത്ഥ മണവാട്ടി, യഥാർത്ഥമായി ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നൊക്കെ അവകാശപ്പെടുന്ന പലരുമുണ്ട്. അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ വാസ്തവമായി ദൈവവചനവുമായിട്ട് യാതൊരു വിധമാകുന്ന ബന്ധവുമില്ലാത്ത തരത്തിലുള്ളതായ ആ ജീവിത നിലവാരങ്ങളാണ് അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുമെന്ന് സ്വയം അവകാശപ്പെടുന്നു. തീർച്ചയായിട്ടും അത് സംഭവിക്കത്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേറ്റ് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവ
രാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയുന്നത്. അല്ലാതെയുള്ള ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ആരും തെറ്റിപ്പോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ, അവൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയേണ്ടതിന് വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് മാനസാന്തരപ്പെടുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നാം സേവിക്കുന്നവനായ ദൈവം ആരാണെന്നും അവൻ്റെ പ്രവർത്തന മഹത്വങ്ങൾ എന്താണെന്നുമുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും. അത് സ്വതന്ത്രം ദൈവാത്മാവിൻ്റെ നിയോഗം കൂടാതെ ആർക്കും ഈ സത്യം ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. പിന്നെ മാനുഷികമായിട്ടുള്ള അവരുടെ പാണ്ഡിത്യം കൊണ്ട്, അവരുടെ അറിവ് കൊണ്ട്, അവരുടെ പരിജ്ഞാനം കൊണ്ടൊക്കെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരാം. വാസ്തവത്തിൽ സത്യദൈവത്തെ യഥാർത്ഥമായി അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവാത്മാവിനാലുള്ള വെളിപ്പാട് ലഭിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന സ്വതന്ത്രം ദൈവവും കർത്താവുമായ യേശു ക്രിസ്തു എന്ന് ഈ മുൻപ് നാം വായിച്ച വേദഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ടും ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അത് ഗ്രഹിക്കുവാനും വിശ്വസിക്കുവാനും കഴിയാത്ത വ്യക്തി ജീവിതങ്ങൾ സ്തോത്രം നിത്യനാശത്തിലേക്ക് അഥവാ ന്യായവിധിയിലേക്ക് കടന്നു പോകുന്നു. അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഇത് ദൈവവചനത്തിൻ്റെ സത്യമാണെന്ന് അറിയുകയും ചെയ്യുന്നവർക്ക് നിത്യതയിൽ പ്രവേശിക്കാം. അത് സ്തോത്രം, അതിനായിട്ട് കർത്താവ് എല്ലാവരെയും ഒരുക്കട്ടെ, കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം എളിവനായി വേർതിരിച്ച് തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും മറ്റ് സംഘാടകരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ടും എന്നെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധ മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, നന്ദിയോട് സ്തോത്രം. അല്പസമയം തിരുവചനവുമായിട്ട് ഇതിനു മുമ്പിൽ നിൽക്കുവാൻ നീ കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. സംസാരിക്കപ്പെട്ട വിഷയഭാഗങ്ങൾ കർത്താവെ നീ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യുമാറാകണം. അനേകർക്കും അത് അനുഗ്രഹമായി തീരുവാൻ, അനേകരുടെ ആത്മീയ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായി തീരുവാൻ, നാശത്തിൽ നിന്നും രക്ഷയെങ്കിലേക്ക് കടന്നു വരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതിനായി സ്തുതിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, നിന്റെ ദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അന്ത്യകാലമാണ്, കർത്താവിൻ്റെ വരവിനായിട്ട് എല്ലാവരും ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ കൃപ നൽകിയത്. പ്രാർത്ഥന കേട്ടല്ലോ. മാനവും മഹത്വവും ഭഞ്ജിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ അതിനുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.